ഇനി നമുക്ക് മീൻ പൊള്ളിച്ചതുണ്ടാക്കാം. അതിനായി ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുഴച്ചാൽ മീൻ ഫ്രൈ ചെയ്യുന്ന സമയം ഒരുപാട് എണ്ണ കുടിക്കത്തില്ല. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുഴച്ചെടുക്കുന്നത്. ഇപ്പം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് നമുക്കതിലേക്ക് പുരട്ടി കൊടുക്കാം. ഇവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ആവോലി നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് 2 സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തക്കാളി 2 എണ്ണം, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മിൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ട് അരച്ചെടുത്തതാണ്. നമുക്ക് വേണേൽ ഈ സ്ഥാനത്ത് തേങ്ങാപ്പാലാണെങ്കിലും ചേർക്കാം. കാഷ്യൂനട്ട് അരച്ച ജാറിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മിൻറ്റും ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെക്കാം. അരമണിക്കൂറായപ്പം മീൻ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 75% ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായ ശേഷം നമുക്കാദ്യം കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ടെടുക്കാം. ഇപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇവിടെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് സവോള എടുത്തത്. ഇനി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പ് ചേർത്താണ് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഒന്ന് നന്നായി പച്ചപ്പ് മാറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡിയായിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ശകലം നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്, കുറച്ച് പുളിക്ക് വേണ്ടി. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ വാട്ടിയെടുത്ത ഇലയ്ക്കകത്തൊരു ചെറിയ പീസ് ഇലയും കൂടെ വെച്ചിട്ട് അതിനുള്ളിലാണ് ഗ്രേവി വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് മീനിൻ്റെ മേലെ വീണ്ടും ഗ്രേവി വെച്ച് അതിനൊന്ന് പൊതിഞ്ഞ് വെക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു ശകലം നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഒരു കറിവേപ്പിലയും വെച്ച് നമുക്കിതിനെ പൊതിഞ്ഞെടുക്കാം. നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ വാഴവള്ളി വെച്ച് കെട്ടിക്കൊടുക്കാം. ഇനി ഇത് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിൽ ഒരു ശകലം എണ്ണ ഒഴിച്ചൊന്ന് തടവി നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കി ഇത് വെച്ച് കൊടുക്കാം. ഈ ഇല ഒന്ന് മുരിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം. ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മറ്റൊരില ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തക്കാളിയും കറിവേപ്പിലയാണ്. നാരങ്ങാനീര് ഒഴിക്കുന്നില്ല, തക്കാളിയാണ് പകരം വെച്ചത്. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് പൊള്ളിച്ചെടുക്കണം. ഇവിടെ വാഴയിലയ്ക്കും വാഴവള്ളിക്കും ഒക്കെ നല്ല ക്ഷാമമാണ്. പൈസ കൊടുത്ത് വാങ്ങണം വാഴയില. വാഴയിലയുടെ അടിയിൽ നിന്നെടുത്ത വള്ളി ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നാട്ടിലെ പോലെ നമുക്ക് വാഴയൊന്നും ഇല്ല ഇവിടെ. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇല നന്നായി പൊള്ളി വരുന്നതാണ് നമ്മുടെ ഇതിൻ്റെ പാകം. ഇപ്പം നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇല തുറക്കുമ്പോഴേ നല്ല മണം അടിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം വെച്ചതാണ് തുറന്ന് നോക്കിയേക്കുന്നത്. ഇനി നമുക്ക് മറ്റേതും കൂടെ തുറന്ന് നോക്കാം. രണ്ടിനും അസാധ്യ മണമാണ് കേട്ടോ. രുചി പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നല്ല മണമാണ്, നല്ല രുചിയായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.